ഇല്ല പൊന്നേ ജീവിതം ഷഹനായി മൂളി നൊമ്പരം. എന്റെ കളിമൺ കോട്ടയും ഉടയുന്നു തോരാമാരിയിൽ. ജന്മത്തിലാദ്യം കിതാബിലെഴുതി എല്ലാം ഇനിയും ഉടയോനേ. ഞാനറിഞ്ഞില്ല എന്നെയും വിട്ട് നീ പോകുമെന്ന് റാണിയെ. തമ്പുരാനെ കേൾക്കണേ നീ എന്റെ നോവിൻ നീ വിലാപം. എന്നെ നീ നേകനാക്കി പോയി മറഞ്ഞോ മരെ എന്നെയോ മലേ. റബ്ബിയാ മന്നാൻ ഖിബ്തു യാ റഹ്മാൻ സാല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിക. ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ മേഖലകളിൽ തിളങ്ങുന്ന ഒരാളാണ് ഇന്ന് നമ്മോട് കൂടെ ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം ഷിഹാബ് പാലപ്പെട്ടി സാറിനെ. അദ്ദേഹത്തെ നമ്മുടെ ഐഡിയൽ എഫ്എമ്മിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗീത സ്വപ്നം എന്താണ്? സംഗീത സ്വപ്നം എന്ന് പറഞ്ഞാൽ കുറേ സ്വപ്നങ്ങളുണ്ട്. എന്നാലും എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനായിട്ട് മാറണം, സിനിമയിൽ പാടണം. മലയാള ഈ ഗായക രംഗത്ത് ഏറ്റവും വലിയൊരു ബിഗ് ഇതാണല്ലോ സിനിമ, ഫിലിമിൽ പാടണം. അതൊക്കെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. മാത്രമല്ല നമ്മുടെ ലൈഫും കൂടി കണ്ട് മറ്റുള്ളവർക്കത് എന്താ പറയുക മാതൃകയാക്കാൻ പറ്റാവുന്നൊരു ഗായകനായിട്ട് കൂടിയുള്ളൊരു ലൈഫ് ആവണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. താങ്കളുടെ പാട്ടുകൾ കേട്ട് ആരാധകർ നൽകിയ ഓർമ്മയിൽ നിൽക്കുന്ന പ്രതികരണം ഏത്? ആരാധകർ എന്നെ ഇഷ്ടപ്പെടുന്നവർ നല്ല പാട്ടുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാണ്ട് ഇന്ന പാട്ടുകൾ നിങ്ങളുടെ വോയിസിന് ഭയങ്കര മാച്ചാവും, അപ്പോൾ അത് പാടണം. അതുപോലെ നല്ല സ്നേഹം തരാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറയാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ഗാനങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടല്ലോ. അതിലേതു ഗാനമാണ് താങ്കളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി 2 വരികൾ പാടാമോ? ഓ തീർച്ചയായിട്ടും. അപ്പം എൻ്റെ കൂടെ റൈറ്റും ലെഫ്റ്റായിട്ട് ഇരിക്കുന്ന ഈ മിടുക്കനും മിടുക്കിക്കും ഒപ്പമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. ഒരു 30ന് മുകളിൽ സോങ്ങുകൾ എൻ്റെതായ പാട്ടുകൾ തന്നെ പാടിയിട്ടുണ്ട്. അതൊക്കെ ഏത് എന്ന് നോക്കിയാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. എല്ലാം എനിക്ക് പ്രിയപ്പെട്ട പാട്ടുകളാണ്. എന്നാൽ കൂടി എല്ലാവർക്കും അമ്മയും ഉമ്മയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അമ്മ അവരെക്കുറിച്ച് പാടിയ പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞാൻ പാടാം, എൻ്റെ തന്നെ പാട്ട്. കാരണം നമ്മുടെ കുട്ടികളും കൂടിയുണ്ടല്ലോ, അവർക്കും വേണ്ടിയിട്ടാണ് പാടുന്നത്. കുഞ്ഞിളം കാലടി തെന്നിടുമ്പോൾ കൂടെ നടന്നുമ്മ കൈ തന്നിടും, എന്നിളം മനമൊന്നു വിങ്ങിടുമ്പോൾ മാറോടു ചേർത്തുമ്മ താരാട്ടിടും, കനിവുള്ള സ്നേഹം കടലോളമെന്നിൽ ചൊരിയുന്ന നന്മ, കനിവുള്ളൊരുമ്മ പ്രിയമെൻ്റെയുമ്മ, താരാട്ട് പാടിയെന്നുമ്മ എന്നെ കാലൂലമാട്ടിയെന്നുമ്മ, കൈ വളരുന്നതും കാൽ വളരുന്നതും നോക്കിയിരുന്നെൻ്റെയുമ്മ, എന്നെ നിധി പോലെ കാത്തെൻ്റെയുമ്മ. ഇങ്ങനെ അമ്മയെക്കുറിച്ചുള്ള ഒരു പാട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഗാനങ്ങളിലൊന്നാണ്. എല്ലാ പാട്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഓക്കെ. പുതുതലമുറയിലെ ഗായകർക്ക് താങ്കൾ നൽകുന്ന ഉപദേശം എന്താണ്? പുതിയ ഗായകർക്ക് ഉപദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നൽകാനുള്ളത്, നന്നായിട്ട് പാടുക. ഇപ്പോഴത്തെ തലമുറ എന്നൊക്കെ പറയുമ്പോൾ വളർന്നു വരുന്ന തലമുറ തന്നെ ലഹരിക്ക്, എല്ലാവരും അല്ല കുറച്ച് പേര് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ അടിമപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ്.
അപ്പോൾ ഇപ്പോഴും നമ്മൾ ചില ഗായകരൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഗായകരിലൊക്കെ ചിലവരിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരും ലഹരി ഉപയോഗിക്കാതിരിക്കുക. കാരണം ദൈവം നമുക്ക് നൽകുന്ന ഒരു എന്താ പറയുക, ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കഴിവ്, പാട്ട് പാടാനൊക്കെയുള്ള കഴിവ്. അപ്പോൾ അതിനെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നമുക്ക് മാതൃകയാവണമെങ്കിൽ നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. രണ്ടാമത്, നമ്മൾ ഓരോരുത്തരും കൈ തന്നിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പുതിയ ഗായകർക്ക് എനിക്ക് നൽകാനുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ താഴ്തട്ടി കിടക്കുന്ന ഒരുപാട് കഴിവുകളുള്ള ഗായകരുണ്ട്, എവിടെയും എത്താൻ പറ്റാതെ അവസരങ്ങൾ കിട്ടാതെ. അവർക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുക, കൈ കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് പുതിയ തലമുറയിലെ ഗായകർക്ക് നൽകാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. ദൈവം നമുക്ക് തന്ന ഈ ഒരു ശബ്ദത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അഹങ്കരിക്കാതിരിക്കുക, എപ്പോഴും നന്ദിയുള്ളവനാവുക. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. നന്ദി ഷിഹാബ് സാർ, താങ്കളോട് സംഗീത ജീവിതവും അനുഭവങ്ങളും ഞങ്ങളോട് പങ്കുവച്ചതിന്. താരാട്ട് പാടിയെന്നുമ്മ, എന്നെ കാലൂലമാട്ടിയെന്നുമ്മ, കൈ വളരുന്നതും കാൽ വളരുന്നതും നോക്കിയിരുന്നെൻ്റെയുമ്മ, എന്നെ നിധി പോലെ കാത്തെൻ്റെയുമ്മ.